സുഗതന്റെ കെട്ടുപൊട്ടി, മേയർ രാജേഷ് ഭിത്തിയിൽ. കേരളത്തിൽ BJPക്ക് നിർണായകമായ സ്വാധീനമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായി BJP പിടിച്ചെടുത്തു. മേയർ സ്ഥാനത്തേക്ക് VV രാജേഷും വന്നു. 101 വാർഡുകളാണ് നഗരസഭയിലുള്ളത്. ഇതിലെ 50 വാർഡുകളിൽ BJP കൗൺസിലർമാർ വിജയിച്ചു. 101 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം ലഭിക്കുകയുള്ളൂ. എന്നാൽ 50 BJP കൗൺസിലർമാർ മാത്രമേ ഉള്ളൂ. ഒരാളെ കൂടി കൂട്ടിയെങ്കിൽ മാത്രമേ BJPക്ക് ഭരണം നിലനിർത്താൻ കഴിയുകയുമായിരുന്നുള്ളൂ. അങ്ങനെ സ്വതന്ത്ര കൗൺസിലറായി വിജയിച്ചു വന്ന രാധാകൃഷ്ണനെ BJPയുടെ ഒപ്പം ചേർത്ത് 51 രാധാകൃഷ്ണൻ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നാണ് ഈ 51 എന്ന മാന്ത്രിക സംഖ്യ BJP പൂർത്തീകരിച്ചത്. ഇനിയാണ് ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത്. BJPയുടെ വാഴോട്ടുകോണം കൗൺസിലറാണ് R സുഗതൻ. ഈ സുഗതൻ 2 പ്രശ്നങ്ങളിൽപ്പെട്ടാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അതിലെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിരായി 19 കേസുകളുണ്ട്. ഇതിലെ 5 എണ്ണം വധശ്രമമാണ്. 2019 രാജേഷിനെതിരെ ഗുണ്ടാ നിയമം പ്രഖ്യാപിച്ചിരുന്നു, അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരുന്നു. പിന്നീട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് R സുഗതനെ കാപ്പ ചുമത്തി, ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി. അത് പോലീസ് അംഗീകരിച്ചു. തുടർന്ന് R സുഗതനെ പിടിക്കാനായി വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ BJP RSS പ്രവർത്തകർ പോലീസിന് പ്രതിരോധം തീർത്തു. പോലീസിന് ആകാശത്തേക്ക് നിറയൊഴിക്കേണ്ടി വന്നു. അങ്ങനെ ആകാശത്തേക്ക് വെടിവെച്ച് ആണ് R സുഗതനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ സുഗതൻ കാപ്പ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നുണ്ടായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ R സുഗതനുമേൽ കാപ്പ ചുമത്തിയ നടപടി ആഭ്യന്തര സെക്രട്ടറി ശരിവച്ചിരിക്കുകയാണ്. അതോടുകൂടി എന്ന് R സുഗതൻ ജാമ്യം ലഭിച്ച് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലെ പ്രവചനവും സാധ്യമല്ല. കാരണം കാപ്പ കേസ് പ്രതിയാണ്, 5 കൊലക്കേസിലെ പ്രതിയാണ്. മാത്രമല്ല ബാക്കി 19 കേസ്, അതിലെ 18 കേസ് വട്ടിയൂർക്കാവ് പോലീസിലും 1 കേസ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു പ്രതിക്കെതിരെ 2 പ്രതിസന്ധികളാണ് നിലവിലുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് ഇന്നലെ നമുക്കറിയാമല്ലോ പല ദൈവങ്ങളുടെ പേരിലും മറ്റുമാണ് BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിനെ ഹൈക്കോടതി ഇന്നലെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ റദ്ദാക്കുകയും 14 ദിവസത്തിനകം പുതിയ സത്യപ്രതിജ്ഞ വേണമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും BJPയിലെ 19 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചൊല്ലി. പക്ഷേ സുഗതന്റെ കാര്യത്തിൽ മാത്രം പ്രശ്നമാണ്. സുഗതൻ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലെത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ്. R സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് R സുഗതന് കോടതി അനുവദിച്ചിട്ടുള്ള ഈ സമയപരിധിക്കകം തന്നെ പുതിയ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അതിന് മുൻപ് സുഗതന് ജാമ്യം കിട്ടി പുറത്തു വന്നെങ്കിൽ മാത്രമേ സത്യപ്രതിജ്ഞ നടക്കുകയുള്ളൂ. സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതന്റെ കൗൺസിൽ സ്ഥാനം സ്വാഭാവികമായി റദ്ദ് ചെയ്യപ്പെടും. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കൗൺസിലർ 3 തവണത്തെ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരുന്നാൽ ആ കൗൺസിലറുടെ സ്ഥാനം നഷ്ടപ്പെടും. സുഗതൻ കഴിഞ്ഞ 2 നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല. 3ാമത്തെ കൗൺസിൽ യോഗം നടക്കേണ്ടിയിരുന്നത് ഈ മാസം 12-നാണ്. പക്ഷേ ഈ മാസം 12 നടക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം നീട്ടിവെച്ചു. കാരണം സുഗതന് എപ്പോഴെങ്കിലും ഈ കപ്പ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തു വന്ന് ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുമ്പോഴേക്കും സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടില്ല. മാത്രമല്ല, കഷ്ടിച്ച് ഒരാളുടെ ഭൂരിപക്ഷത്തിൽ നിലനിൽക്കുന്ന BJPയുടെ ഭരണവും അട്ടിമറിക്കപ്പെടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നഗരസഭാ കൗൺസിൽ യോഗം വിളിക്കുന്നത് ബോധപൂർവം മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്, ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്ന് CPIM അവിടെ വലിയൊരു സമരം സംഘടിപ്പിച്ചു. കോർപ്പറേഷനിലേക്ക് വലിയ തോതിൽ ഒരു പ്രതിഷേധ പരിപാടി CPM സംഘടിപ്പിച്ചു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, നിലവിലെ MLA VS ജോയി അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കളാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. ഇന്നലെ യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞ അനുസരിച്ച് എല്ലാ കൗൺസിലർമാരെയും ഒന്ന് വിളിക്കണ്ടേ?
എല്ലാ കൗൺസിലർമാരെയും അറിയിക്കണ്ടേ? അറിയിച്ചില്ലല്ലോ. അവർക്ക് വേണ്ടപ്പെട്ട 19 കൗൺസിലർമാരെ വിളിച്ചൊരു നോട്ടീസ് കൊടുത്ത് നോട്ടീസിന് മറുപടി വാങ്ങിച്ചല്ലേ ഇന്നലെ ചെയ്തത്. അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി പറഞ്ഞതിനെ പോലും പൂർണ്ണമായി അംഗീകരിക്കാതെയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതാണ് പ്രശ്നം. എന്താ? ഇല്ല, അറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല. അവർ അറിയിപ്പ് കൊടുത്തിട്ടില്ല. 4:30 മണിക്ക് പിന്നെ വാട്സപ്പ് മെസ്സേജ് ഇട്ട് ചെയ്ത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അങ്ങനെയാണോ? രണ്ട് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. 12-ാം തീയതി ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ 29-ാം തീയതിയിലേക്ക് അവർ നോട്ടീസ് തയ്യാറാക്കുന്നു എന്നാണ് അറിയുന്നത്. അത് വെയിറ്റ് ചെയ്യുന്നത് സുഗതൻ ഏതെങ്കിലും രൂപത്തിൽ ജാമ്യം കിട്ടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. മേയർ പറഞ്ഞത് ഏപ്രിൽ മാസത്തിലെ യോഗത്തിൽ പങ്കെടുത്തു, മെയിൽ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്, അതിന് രേഖകൾ ഉണ്ടെന്നാണ്. അതെ, എവിടെന്നെങ്കിലും പിന്നെ ഇത് തയ്യാറാക്കി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു കാണും. അതെല്ലാം നമുക്ക് നിയമപരമായിട്ട് നോക്കാൻ പറ്റും. ഒരാൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ നിലയിൽ നമുക്ക് അറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരം തുടരുകയാണ്, യാതൊരു സംശയമില്ല. ഞങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള സമരം തുടരുകയാണ്. അല്ല, ഇപ്പൊ ഞങ്ങളുടെ കൗൺസിലർമാരെല്ലാം ഞങ്ങളെ പുറത്തോട്ടിറങ്ങാൻ പറഞ്ഞു. ഇങ്ങനെ ഉപദ്രവിക്കുക, പോലീസിനെ ഉപദ്രവിക്കുക, പോലീസ് നോയിക്കൊണ്ട് നിൽക്കുക. എന്താണ് ഈ നടക്കുന്നത്? സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? ഈ കോർപ്പറേഷനിൽ സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? BJP ഏകാധിപത്യപരമായിട്ടാണോ പെരുമാറുന്നത്? ഇല്ല, പോലീസുകാർ മാറി നിന്ന് കൊടുത്തു. അത് ശരിയായ രീതിയല്ല. സാധാരണ നിലയിൽ ഇവർ വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് പോലീസ് നിന്ന് അപ്പുറത്ത് LDF-ഉം ഇപ്പുറത്ത് BJP നിർത്തണം. അത് നടന്നിട്ടില്ല. അപ്പോൾ പോലീസുകാർക്കും കിട്ടി. പോലീസുകാരാണ് അടിക്കുകയാണ്. വനിതാ പോലീസിനെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയതേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, അവർ ഉപദ്രവിച്ചിട്ടാണ്. കസേര എടുത്ത് അടിക്കുകയാണ്. ഈ ആരെയാണ് അടിക്കുന്നത്? ഇവിടെ മുൻ മേയറെ അടക്കം അവർ ചവിട്ടി തള്ളി തറയിട്ട് പിന്നെ ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. 3 വനിതാ കൗൺസിലർമാരാണ് ഇപ്പോൾ ആശുപത്രിയിലായത്. 3 പേരാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഈ സമരം കയ്യാങ്കളിയിൽ കലാശിച്ചു. അതായത് സുഗതന്റെ കെട്ടുപൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹത്തിന് മേൽ കാപ്പ ചുമത്തിയ നടപടിയോടുകൂടി. കാരണം സുഗതൻ വലിയ പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും തനിക്ക് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയെങ്കിലും ഒരുപക്ഷെ ഉണ്ടായി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ മാസം എപ്പോഴെങ്കിലും തനിക്ക് പുറത്തിറങ്ങാമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഈ കാപ്പ ചുമത്തിയതിനുള്ള അംഗീകാരം നൽകുന്നത്. അതോടുകൂടി സുഗതന്റെ കൺട്രോൾ പോയി, സുഗതന്റെ കെട്ടുപൊട്ടി. അങ്ങനെ സുഗതൻ വിയ്യൂർ ജയിലിൽ കിടന്ന് വിരകുമ്പോഴാണ് ഇവിടെ കോർപ്പറേഷൻ മന്ദിരത്തിൽ CPIM-ന്റെ ഉപരോധ സമരം സംഘർഷത്തിൽ കലാശിച്ചത്. ആ സമരവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു കാര്യം, ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമയിൽ ഈ ജഗദീഷിന്റെ തോളിൽ കയറി മുകേഷ് ഈ ഭിത്തിയിൽ പിടിച്ച് ഈ ബാത്റൂമിലേക്ക് കയറുന്ന ഒരു സീനുണ്ട്. അതേപടി തന്നെ, അതിൻ്റെ ഡിറ്റോ അതുപോലെ തന്നെയാണ് ഇന്ന് രാജേഷ് ഭിത്തിയിൽ പിടിച്ച് നിന്നത്. ഒരു കൗൺസിലറിന്റെ തോളത്ത്, അത് ഏത് കൗൺസിലറാണെന്ന് അറിയില്ല, ഏതോ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഏതോ ഒരു BJP പ്രവർത്തകന്റെ തോളിൽ എങ്ങനെയാണോ മുകേഷ് കയറിയത് അതേപോലെ തന്നെ രാജേഷ് കയറി ഈ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഏറെ നേരം അദ്ദേഹം ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മുകേഷ് എങ്ങനെയാണോ ഭിത്തിയിൽ പിടിച്ചു നിന്നത് അതേപോലെ തന്നെയാണ് രാജേഷ് പിടിച്ചു നിന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിട്ട് മടങ്ങി വരാം. എൻ്റെ ഇടത് കാലെടുക്കാൻ വയ്യ. അങ്ങനെ ഗുണ്ടായസത്തിനും കിടങ്ങാക്കില്ല. ഗുണ്ടായസമൊക്കെ അവസാനിച്ചു. അല്ല, മേയറുടെ എൻ്റെ കാലിന് നല്ല പെയിനുണ്ട്. എന്താണെന്ന് നോക്കണം. എന്നേക്കാൾ കൂടുതൽ പേർക്ക് മറ്റുള്ള കൗൺസിലർമാർക്കുണ്ട്. അങ്ങനെ മേയറുടെ ഓഫീസിൽ ജനങ്ങൾക്ക് കയറാൻ പാടില്ല, മേയർക്ക് കയറാൻ പാടില്ല, ഡെപ്യൂട്ടി മേയർ. നിങ്ങൾ കണ്ടില്ലേ രാവിലെ 10 മണി മുതൽ ഇവിടെ വന്ന ആൾക്കാരെ മുഴുവൻ അവർ തടയില്ലേ. എന്നെ മാത്രമല്ലല്ലോ,
10 മണി മുതൽ പാവപ്പെട്ട ആൾക്കാർ അപേക്ഷയും കൊണ്ട് മേയറെ കാണാൻ വരുമ്പോഴേക്കും മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല. എൻ്റെ റൂമിൽ ആർക്കും കയറാം, ഏത് സമയം തുറന്നിട്ടിരിക്കാനുള്ള. ഇത് പൂട്ടാറില്ല. സ്റ്റാഫിന് വരാം, ജനങ്ങൾ വന്ന് ഇവിടെ ഇരിക്കും. ഞാൻ വരുമ്പോൾ അവർക്ക് ആർക്കും ഇവിടെ വരാൻ പാടില്ല. അവരെല്ലാം ഭയപ്പെടുത്തി വിടുകയാണ്. BJPക്ക് തിരുവനന്തപുരത്ത് ആദ്യമായി ലഭിച്ച ഈ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള മുൾമുനയിലാണ് BJP നേതൃത്വം നിൽക്കുന്നത്. കാരണം സുഗതൻ ഭരണം, സുഗതൻ വന്നിട്ട് 3ാമത്തെ കൗൺസിൽ യോഗം നടത്തണം. മാത്രമല്ല പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ അതിജീവിക്കാനുള്ള അംഗബലം ഉണ്ടായിരിക്കണം. മാത്രമല്ല അവിടെ വേറൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഹൈക്കോടതി വിധി പ്രകാരം സുഗതൻ വീണ്ടും വന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയൊരു ഭരണ പ്രതിസന്ധിയാണ് BJP നേരിടുന്നത്. ഏത് സമയവും BJPയുടെ ഭരണം തകർന്നു വീഴും എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോഴുള്ളത്. സുഗതന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ VV രാജേഷ് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഭരണ സംവിധാനം നിലനിൽക്കുന്നത്. സുഗതന് കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന സുഗതന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ ആ വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് BJPയുടെ ഈ ഭരണം മാറും. മാത്രമല്ല പ്രതിപക്ഷത്തിന് കൃത്യമായ അവിശ്വാസം കൊണ്ടുവന്ന് അട്ടിമറിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതിനുള്ള പഴുതുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. അങ്ങനെ ശാരീരികമായി തന്നെ കായികമായി നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് CPM-ഉം BJP-യും മാറിയിരിക്കുന്നു. ഇന്ന് നമ്മളെ ജനാധിപത്യ വിശ്വാസികളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള അത്രമാത്രം വൃത്തികെട്ട സമരമാണ് ഇന്ന് നടന്നത്. പരസ്യമായി തമ്മിലടി CPIM-ന്റെ ജനപ്രതിനിധികളും BJP-യുടെ ജനപ്രതിനിധികളായ ഈ കൗൺസിലർമാരും തമ്മിൽ ചന്തയടിയാണ് ഇന്ന് അടിച്ചത്. എന്തൊരു നാണക്കേടാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല സമരം ചെയ്യേണ്ടത്. അത് മാന്യമായ രീതിയിലാണ് സമരം ചെയ്യേണ്ടത്. ആ സമരത്തെ എതിർക്കേണ്ടതും അത്തരം മാന്യമായ രീതിയിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ തമ്മിൽ പരസ്പരം അടിക്കുന്നു, പരസ്പരം പഴിചാരുന്നു. വനിതാ കൗൺസിലർമാർക്കെതിരെ അക്രമം നടത്തിയെന്ന് BJP-ക്കാർ പറയുന്നു, ഇല്ലെന്ന് CPM-കാർ പറയുന്നു. എന്ത് തന്നെയായാലും VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP കോർപ്പറേഷൻ ഭരണം വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് BJP അതിജീവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.